ഈ ഒരു സെഷന് നമ്മൾ ഇൻഡിവിജ്വൽ സൈക്കോളജിയിലെ യൂണിറ്റ് 3 and 4 ഇന്റലിജൻസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസും തിയറീസ് ഓഫ് ഇന്റലിജൻസും ആ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ പരീക്ഷകളായി വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിന് നമ്മളൊന്ന് നോക്കുകയാണ്. മിക്കവാറും പലതും ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ തിയറീസ് ഓഫ് ഇന്റലിജൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രധാനപ്പെട്ട തിയറികളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ തിയറികളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓരോ പ്രാവശ്യവും ഓരോ പ്രധാനപ്പെട്ട തിയറികളായിരിക്കും എക്സാമിന് ചോദിച്ച് കാണുന്നത്. തിയറീസ് ഓഫ് ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നും നിലവിൽ ചോദിച്ചത് ഒന്ന് ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് തിയറിയാണ്. ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് നമ്മൾ പറഞ്ഞു 180 എബിലിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് എബിലിറ്റീസ് ആണ് ഹ്യൂമൻ ഇന്റലിജൻസ്. അതിൽ 3 ഡയമെൻഷൻസ് ഉണ്ട്. അത് കണ്ടന്റ്, പ്രൊഡക്ഷൻ, ഓപ്പറേഷൻ എന്നൊക്കെ, പ്രൊഡക്ട്സ്, ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് 3 ഡയമെൻഷൻസ് ഉണ്ട്. ആ 3 ഡയമെൻഷൻസിൽ ഓരോന്നിലും 6 വീതം സബ് ഐറ്റംസ് ഉണ്ട്. ആ സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. അത് എഴുതിയാൽ തന്നെ അത് നിങ്ങളൊരു മെയിൻ ബോഡി എഴുതുക. നിങ്ങൾ ഇതൊക്കെ എഴുതുമ്പോൾ ഇതൊക്കെ 10 മാർക്കിന്റെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അപ്പോൾ ആ സമയത്ത് വെറും ചോദിച്ച ആ സ്പെസിഫിക് ആയ ഭാഗം മാത്രം എഴുതാതെ അവരും എക്സാം ഇവാലുവേഷൻ നടത്തുന്നവരും നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ചാപ്റ്റർ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നാണ്. ഇഗ്നോന്റെ എക്സാമുകളിലൊക്കെ, പൊതുവെ ഡിഗ്രി എക്സാമുകളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്താണ് ഷോ ഓഫ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കും എക്സാമിൻ്റെത്. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ തുടക്കത്തിൽ തുടക്കം മുതലേ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു സ്റ്റൈൽ തന്നെ എഴുതുക. എന്താണ് ഇന്റലിജൻസ് എന്ന് തുടങ്ങിയിട്ട് ഇന്റലിജൻസിന്റെ ഡെഫിനിഷൻ എന്തായാലും ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഡെഫിനിഷൻ എന്തായാലും മസ്റ്റ് ടൈം പഠിച്ചു വെക്കുക. ആ ഡെഫിനിഷന് പിന്നെ അപ്രോച്ചസ് ടു ഇന്റലിജൻസും അപ്രോച്ചുകളിലെ പിന്നെ തിയറികൾ ഒരു മൊത്തത്തിൽ ഒരു തിയറികളിലേക്ക് കടക്കുക. എന്നിട്ട് ഈ തിയറിയെ കുറിച്ച് എന്താണ് ഡീറ്റെയിൽ ആയി എഴുതുക. അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സ്വഭാവം. വെറും ഈ ഭാഗം മാത്രം എഴുതാതെ നിങ്ങൾ ആ പഠിച്ച ഭാഗങ്ങൾ, ഇതുമായി ബന്ധപ്പെടാവുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ഈ തിയറി എഴുതിയതിന് ശേഷം ഇതുപോലെ തന്നെ സിമിലർ ആയ മറ്റു തിയറികളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ തിയറിയുടെ പേരും ഒന്ന് മെൻഷൻ ചെയ്താൽ നല്ല സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഭാഗമാണ്, വേറെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നമ്മൾ പറഞ്ഞതാണ് 9 ഇൻഡിപെൻഡന്റ് എബിലിറ്റീസ് ആണ് ഹ്യൂമൻ ഇന്റലിജൻസ് എന്നാണ് ആ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അതിൽ 9 ബോഡിലി, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, അതുപോലെ തന്നെ മ്യൂസിക്കൽ, ലിംഗ്വിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് നമ്മൾ പഠിച്ചു. അതിനെക്കുറിച്ച് എഴുതുക. പിന്നെ ഇവിടെയും അതും നേരത്തെ പറഞ്ഞ കാര്യത്തിന് ശ്രദ്ധിക്കുക. മൊത്തത്തിൽ എന്താണ് ഒരു ഇന്റലിജൻസ് എന്താണ്, അതിന്റെ ഡെഫിനിഷനും അപ്രോച്ചും ഒക്കെ തുടങ്ങി അങ്ങനെ എഴുതി ഒരു എപ്പോഴും അതിനെന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും ഒരു മെയിൻ ബോഡി പാർട്ടും കൺക്ലൂഷനും എന്നുള്ള നിലക്ക് സബ് ഹെഡിങ് ഒക്കെ വെച്ച് നല്ല വൃത്തിയിൽ ഇവാലുവേറ്റർക്ക് പെട്ടെന്ന് എന്താണ് കാണാവുന്ന രീതിയിലൊക്കെ അതിനുള്ള ടിപ്സും ഹാക്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് എഴുതുക. പിന്നെ അടുത്തത് സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറിയാണ് ചോദിച്ചത്. ട്രയാർക്കിക് തിയറി നമ്മൾ പറഞ്ഞു ക്രിയേറ്റീവ് ഇന്റലിജൻസ്, പ്രാക്ടിക്കൽ ഇന്റലിജൻസ്, അനാലിറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു 3 ടൈപ്പ് ഓഫ് ഇന്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഭാഗം നോക്കുക. അതുപോലെ തന്നെ പിന്നീട് ഇമോഷണൽ ഇന്റലിജൻസിന്റെ സൈഡിൽ നിന്ന് ചോദിച്ചത് ഇമോഷണൽ ഇന്റലിജൻസ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ മോഡൽസും, ഗോൾമാന്റെ തിയറി അടക്കമുള്ള മോഡൽസ്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സലോവി മേയറിന്റെ ഒരു മോഡൽ കൂടി പറയുന്നുണ്ട്. സലോവി മേയറിന്റെ മോഡലും ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ് തിയറിയും പഠിച്ചാൽ മതി. അതിനെക്കുറിച്ചാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം, ഇന്റലിജൻസിനെ കുറിച്ച് ഉള്ള എഴുതാം. കാരണം ഇമോഷണൽ ഇന്റലിജൻസ് സെപ്പറേറ്റ് ആയിട്ടല്ല പറയുന്നത്, ഇന്റലിജൻസിന്റെ പാഠത്തിൽ തന്നെ കൂടെ പറയുന്നത്. അപ്പോൾ ഇന്റലിജൻസ് പോലെ തന്നെ പ്രധാനമാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും പറഞ്ഞു. ഒക്കെ ആ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ഒരു ചാപ്റ്റർ മൊത്തം, ചാപ്റ്ററിലെ തീം മൊത്തം കവർ ചെയ്യുന്നൊരു സ്വഭാവത്തിൽ എഴുതുക. വെറും ഈ സ്പെസിഫിക് ആയ എന്താണ് ചോദിച്ചത് അത് മാത്രം ഉൾപ്പെടുത്താതെ അതിൽ ചുരുങ്ങാതെ എഴുതണം. പിന്നെ കോൺസെപ്റ്റ്, യൂസസ് ആൻഡ് റിലേഷൻഷിപ്പ് ഇന്റലിജൻസ്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ആസ് എ കോൺസെപ്റ്റ് അതെന്താണ്, അതിന്റെ യൂസസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. വർക്ക് പ്ലേസിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും കരിയർ സക്സസിനൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് ആണെന്നൊക്കെ നമ്മൾ എന്താണ് മെൻഷൻ ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇന്റലിജൻസുമായിട്ടുള്ള ഇതിന്റെ ബന്ധം എന്താണെന്നൊക്കെ തുടങ്ങി ഇമോഷണൽ ഇന്റലിജൻസിനെ ഇതുപോലെ തന്നെ ഒരു വൈഡായ ഒരു സംഭവത്തിൽ നിന്ന് തുടങ്ങി പിന്നെ ഇമോഷണൽ ഇന്റലിജൻസിലേക്ക് എത്തി അതിനെങ്ങനെ നല്ല ഒരു മട്ടത്തിലും ഒതുക്കത്തിലും ഒക്കെ എന്താണ് എഴുതി വെക്കുക. അതാണ് ഇഗ്നോന്റെ എക്സാമിനൊക്കെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എക്സാമിന് മുമ്പ് വായിച്ച് നോക്കണം. ഇതിൽ ഒന്നുകൂടി പിന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ്
ഗ്ലോസറി, അതുപോലെ തന്നെ ഗ്ലോസറി ഉണ്ടാവും, കീവേഡ്സിനെ പരിചയപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ സമ്മറി സെഷൻ ഉണ്ടാവും. ആ സെക്ഷനിൽ നിന്നുള്ളതൊക്കെ വായിച്ച് എക്സാമിന് നല്ല ക്ലാരിറ്റിയോട് കൂടി പോവുക. ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങളെ ഡെഫിനിഷൻസും തിയറികളും തിയറിസ്റ്റുകളൊക്കെ എന്താണ് എല്ലാവരും ഒന്ന് ബൈ ഹാർട്ട് ആക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. കുറച്ചേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കുക.